മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ദുരിതം. അത്യാഹിത വിഭാഗത്തിലുള്ള രോഗിക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ മഴ നനഞ്ഞ് വേണം സി ബ്ലോക്കിലെത്താൻ. ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയൊരുക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വർഷങ്ങളായ രോഗികൾ നേരിടുന്ന ദുരിതത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് ചേർന്നു. വിപിൻ, ദൃശ്യങ്ങൾ ആ ദുരിതം കൃത്യമായി വരച്ചിടുന്ന ദൃശ്യങ്ങളാണ്. ഇതെന്ന് തുടങ്ങിയ ദുരിതമാണ്? ഇതിനെന്ത് പരിഹാരമാണ് വേണ്ടത്? ആ പരിഹാരത്തോട് അധികൃതരുടെ മറുപടി എന്താണ്? സുഹൈൽ, മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കനക്കുമ്പോഴും ഈ രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ. മഴ നനഞ്ഞുകൊണ്ട് ഒരു എക്സ്റേ എടുക്കേണ്ട ഒരു രോഗിയെ റേഡിയോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്, കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളാണ് ഇത്. ഒപ്പം തന്നെ ഈ A-B ബ്ലോക്കുകളിലാണ് പ്രധാനപ്പെട്ട അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജി വിഭാഗം ഒക്കെ ഉള്ളത്. എന്നാൽ അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് എക്സ്റേ, സ്കാനിംഗ് ഒക്കെ എടുക്കേണ്ട റേഡിയോളജി വിഭാഗം സാധാരണഗതിയിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അങ്ങനെയല്ല. അത് സി ബ്ലോക്കിലാണ്, ഏകദേശം 200 മീറ്ററോളം അകലെ. അവിടേക്ക് ഈ പുറത്ത്, അതായത് മെഡിക്കൽ കോളേജിന് പുറത്തിറങ്ങി ഈ സി ബ്ലോക്കിലേക്ക് തന്നെ ആയിട്ട് പോകണം. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ട്രക്ചറിലാണ് കൊണ്ടുപോകേണ്ടത്. അത് കൊണ്ടുപോകേണ്ടത് ഈ ഒപ്പം ഇരിക്കുന്ന കൂട്ടിരിപ്പുകാർ തന്നെയാണ്. അപ്പോൾ അത്യാഹിത വിഭാഗത്തിലൊക്കെ എത്തി അത്രത്തോളം ഗുരുതരമായിട്ടുള്ള അസുഖമായിട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടാമെന്നുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുകയാണ്. വെയിലാണെങ്കിൽ വെയിലും മഴയാണെങ്കിൽ മഴയും ഏറ്റ് ഇങ്ങനെ പോകണം എന്നുള്ളതാണ്. പതിറ്റാണ്ട് പിന്നിട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയിട്ട്. അന്നു മുതൽ തന്നെ ഈ ദുരിതമാണ്. ഇത് പലപ്പോഴും ചർച്ചകളിൽ വന്നിട്ടുള്ളതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, എത്രയും വേഗം നടപടികൾ ഉണ്ടാകും, ബാഗിക് കാർ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ള പല വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പ്രാവർത്തികമായിട്ടില്ല. ഈ സി ബ്ലോക്കിലേക്കുള്ള ഒരു വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അതിന് ഒരു ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉറച്ച ഒരു നിലപാടും തീരുമാനവുമാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യത്തിലും തെല്ലും സംശയമില്ല. പല വിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ പറയുമ്പോഴും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ഇത്രയും ഒരു ഗുരുതരമായ സ്ഥിതിയാണ് എന്ന് ഈ ദൃശ്യങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. സുഹൈൽ, വഴിയോരത്തെ തട്ടുകട കണക്കിന് ഈ ബെഡ്, അതിന്റെ പുറത്തൊരു കൂരയൊക്കെ കെട്ടി ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മറച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എക്സ്റേക്ക് എടുക്കാൻ കൊണ്ടുപോകുന്നത്. അവിടെ വഴിയൊരുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് OP-യോടോ അത്യാഹിത വിഭാഗത്തോടോ ചേർന്ന് ഇതിനുള്ള സൗകര്യമെങ്കിലും ഉറപ്പാക്കാനുള്ള പ്രായോഗിക യുക്തിയെങ്കിലും അധികൃതർ ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ വരില്ലായിരുന്നു. എന്തായാലും സമഗ്രമായ പ്രശ്നം, ഒരു വലിയ പ്രശ്നമാണ്, സങ്കീർണമായ പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടേണ്ട വിഷയം കൂടിയാണ്. രോഗികളുടെ ദുരിതം വരച്ചു കാട്ടുന്ന നേർസാക്ഷ്യത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്.